മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതുൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജെയ്സൺ ചാമവളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്കുള്ള മാർച്ചുകൾ തുടരുന്നു. ഇതങ്ങനെയൊന്നും വിടാൻ ഭാവമില്ല. രാഷ്ട്രീയമായി തന്നെ ഉയർത്തുകയാണ് കോൺഗ്രസ്. വിനിത, തീർച്ചയായും ഇപ്പോൾ ശശിധരന്റെ വീട്ടിലേക്കുള്ള മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചിരുന്നു. ബാരിക്കേഡ് മറികടന്നു പോയ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിട്ടുകിട്ടണമെന്നതാണ് പ്രധാനമായും ആവശ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്താണ് സംഭവം? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മുദ്രാവാക്യം വിളിച്ച് അപ്പുറത്തേക്ക് കടന്നപ്പോൾ പോലീസ് വലിച്ചിറക്കിയപ്പോൾ കമ്പിയമ്മ കൊണ്ട് പോകും. അവന്റെ സലീഷിന്റെ കൈ മുറിഞ്ഞു പോലീസ് മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോലീസ് സമ്മതിക്കുന്നില്ല. അവന്റെ കൈ മുറിഞ്ഞു, നമ്മൾ മുണ്ടിക്കീര കൈ കെട്ടി കൊടുത്തു. പക്ഷെ അവനെ പോലീസ് ഹോസ്പിറ്റലിൽ കൊണ്ട് സമ്മതിക്കുന്നില്ല. അതാണ് അവരെ വിട്ടുകിട്ടിട്ടാണ് പോകാൻ പറ്റില്ല. വിനീത, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പോലീസ് അപ്പുറത്ത് വലിയ രീതിയിൽ സംഘടിച്ചിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് സമരത്തിനിടയിൽ. അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന പ്രവർത്തകരുടെ ആവശ്യം പോലീസ് അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ പോലീസ് അവരെ വിട്ട് കൊടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുക എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഏതായാലും സമരം ശക്തമാവുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു പോലീസുകാരനെ സജീവന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നിരുന്നു. അവിടെ വാണ്ടഡ് എന്ന പോസ്റ്റർ പതിച്ചിരുന്നു. ആ പോസ്റ്റർ ഇന്ന് പോലീസ് കീറിയിരിക്കുകയാണ്. രാത്രി എത്തി മണ്ണുത്തി പോലീസ് കീറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരുടെ തമ്പടിച്ചിട്ടുണ്ട്. പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇപ്പോൾ രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. പോലീസുകാർ ആരും തന്നെ വീട്ടിലില്ല. എല്ലാവരും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരും തന്നെ സ്വന്തം വീടുകളില്ല, പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും. ആ ദൃശ്യങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കാരണം അത്രയേറെ ക്രൂരമായ മർദ്ദനം നടത്തിയ പോലീസുകാർ ഇനി കാക്കിയിടില്ല എന്ന വ്യക്തമായ സന്ദേശം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നൽകിയിരുന്ന ആ സമര ആവേശം അല്ലെങ്കിൽ സമര ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ പോലീസുകാരുടെ വീടുകളിലേക്ക് മാർച്ച് തുടർന്നും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് ചില നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് മർദ്ദനത്തിൽ പരിക്കേറ്റ സുജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതിനുശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്ന് സുജിത്തിന്റെ വീട്ടിൽ എത്തുന്നുണ്ട്. വിനീത, ശരി, ഏതായാലും പ്രതിഷേധം കടക്കുക തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകിയായിരുന്നു.